നമുക്കിന്നൊരു അച്ചാറുണ്ടാക്കി നോക്കിയാലോ? വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ മാസങ്ങളോളം എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു അച്ചാറിന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓരോരോ പ്രോസസ്സും ഞാൻ കാണിച്ചു തരാം. വളരെ സിമ്പിൾ ആണ്. കുറച്ച് ദിവസം നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത്. അത് ഓരോന്നും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. വലുതും ചെറുതും കൂടിയാണ് കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ഈ ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ഉപ്പിട്ടിട്ട് ഒരാഴ്ച വെക്കണം. അപ്പൊ അതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ഉണ്ടാക്കുന്ന ചെറുനാരങ്ങയാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചതിന് ശേഷം അതിന് തണുപ്പൊക്കെ പോയി നന്നായിട്ട് തുടച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാൻ പാടുള്ളൂ കേട്ടോ. അതിൽ ഒരു ചെറിയ തുള്ളി അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഫംഗസ് വരും. പ്രധാനമായിട്ടും അച്ചാർ കേടുവരുന്നതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചെറുതായിട്ട് വെള്ളത്തിന്റെ അംശം പെട്ടിട്ടുണ്ടാവും. അതാണ് ഈ പൂപ്പല് വരുന്നത്. ആദ്യം നമുക്ക് നടു കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ. ഒരു 1/4 ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ ഇതേമാതിരി കട്ട് ചെയ്യാം. 4 പീസായില്ലേ? അടിഭാഗം വിട്ടിട്ടില്ല. ഇനി ഈ ചെറുനാരങ്ങ ഇങ്ങനെ വിടർത്തി പിടിച്ചതിന് ശേഷം അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. കല്ലുപ്പ് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ. കല്ലുപ്പ് നിറച്ചിട്ട് ഇതേപോലെ വെക്കാം. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മറ്റേ സൈഡിൽ കൂടെയും കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ട് വിടരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ശേഷം അതിലേക്ക് കല്ലുപ്പ് നിറച്ചു കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള നാരങ്ങയും കൂടി കട്ട് ചെയ്തിട്ട് ഉപ്പ് നിറയ്ക്കാം കേട്ടോ. അപ്പൊ അതാ എല്ലാ നാരങ്ങയും കട്ട് ചെയ്തിട്ട് ഉപ്പ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസിന്റെ ജാറിലോ അല്ലെങ്കിൽ നമ്മൾ സെറാമിക്കിന്റെ ഭരണി ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാത്രത്തില് ഒരാഴ്ചയോളം ഇട്ട് വെക്കണം. അപ്പൊ അതിന് ഗ്ലാസ് ജാർ എടുക്കുകയാണെങ്കിലും ഭരണി എടുക്കുകയാണെങ്കിലും നല്ലോണം കഴുകി വൃത്തിയാക്കി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഇത് ഇട്ട് വെക്കാൻ. ഇത് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെക്കാം. ഇത് 2 ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പൊക്കെ നലിഞ്ഞ് അതിന്റെ ആ വെള്ളം ഇറങ്ങി തുടങ്ങും. ആ സമയത്ത് നല്ലൊരു വൃത്തിയുള്ള മരത്തിന്റെ കയ്യിലായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനി ഒരാഴ്ച കഴിയുമ്പോഴേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അപ്പൊ ഇനി ഒരാഴ്ചക്ക് ശേഷമാണ് ഇനി ബാക്കി പ്രോസസ്സ്. അപ്പൊ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് തുറന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ അന്ന് നാരങ്ങ ഉപ്പിട്ടിട്ട് വെച്ചിരുന്നല്ലോ, ആ നാരങ്ങ കളറ് മാറി വരാൻ ഏകദേശം ഒരു 10 ദിവസം എടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോ അത് നല്ല കളർ മാറി വന്നിരുന്നില്ല. അപ്പൊ അത് എത്രത്തോളം കളർ മാറി വന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ പുറത്തെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഓരോ നാരങ്ങയായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കാൻ പോകണേ. ഇത് എടുക്കുന്ന സമയത്ത് ഇതിൽ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ തുടച്ചിട്ട് വേണം കേട്ടോ. വെള്ളത്തിന്റെ അംശം തീരെ വരാൻ പാടില്ല. ഇതാ കണ്ടില്ലേ, ഇതേമാതിരി നന്നായിട്ട് കളർ മാറി വരണം. അതിന് ശേഷം മാത്രമേ അച്ചാർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ടേസ്റ്റ് വ്യത്യാസം വരും. അതിന്റെ തോല് കഴിക്കും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കളർ മാറിയ ശേഷം മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ ഇതിലുള്ള ഉപ്പ് വെള്ളം ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ ഒരു പാത്രത്തേക്ക് മാറ്റാൻ പോവാണ്. ഈ ഉപ്പ് വെള്ളത്തിൽ വേണം നമുക്ക് മസാല പൊടികൾ മിക്സ് ചെയ്യാൻ. ഇപ്പൊ ഈ നാരങ്ങ വെച്ചിട്ട് വെള്ള നാരങ്ങ അച്ചാർ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ കാണിക്കുന്ന പോലെ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അച്ചാർ ഉണ്ടാക്കാനും ഉപയോഗിക്കാം. അപ്പൊ ഞാൻ ഇവിടെ മസാല പൊടികളൊക്കെ ഈ ഉപ്പുവെള്ളത്തിൽ മിക്സ് ചെയ്യാൻ പോവാണ്. ഇതിനു മുന്നേ ഞാൻ അടമാങ്ങേന്റെ അച്ചാറിന്റെ റെസിപ്പി ഇട്ടിരുന്നു. അത് ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾക്ക്
താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു നോക്കുക. ഏകദേശം അതേ പ്രോസസ്സ് തന്നെയാണ് ഈ അച്ചാറിന്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അപ്പൊ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഇത് ഞാൻ അളന്ന് വെച്ചതാണ് കേട്ടോ. 2.5 ടേബിൾ സ്പൂണ് പിരിയമുളകിന്റെ പൊടിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മുളക് പൊടി എടുക്കാം. അതേപോലെ ഒരു 3/4 ടേബിൾ സ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്. അതേപോലെ തന്നെ 3/4 ടേബിൾ സ്പൂൺ കായം, കട്ടക്കായല്ലേ, അത് വറുത്ത് പൊടിച്ചത്. കായത്തിന്റെ പൊടിയിനെക്കാട്ടും നല്ലത് കായം വറുത്ത് പൊടിച്ച് ചേർക്കണതാണ് കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റും ആ മണമൊക്കെ കിട്ടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇനി നാരങ്ങ നമുക്ക് താളിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണ്. ഇതൊന്ന് ചൂടായിക്കോട്ടെ കേട്ടോ. അപ്പൊ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ നല്ലെണ്ണ ഒന്ന് ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് പൊട്ടി വരട്ടെ. ഈ നാരങ്ങ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിട്ടിട്ട് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റണം. ഞാൻ പാത്രം ഒന്ന് മാറ്റിയിട്ടു. അതിലിട്ടിട്ട് ഇളക്കാനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട് ചീനച്ചട്ടിയിലേക്ക് മാറ്റിയതാണ്. ഇനി എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ചേർത്തി കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ എന്റെ മെത്തേഡാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇത് വേറെ പല വിധത്തിലുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിവിടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി ഉടനെ എടുത്ത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഉണക്കി സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു 4-5 ദിവസം നല്ല വെയിലിൽ വെച്ചിട്ട് നമ്മള് ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ചാൽ മതി. അത് ഇരിക്കുന്തോറും ഇതിന്നുള്ള ജ്യൂസൊക്കെ ഇറങ്ങിയ എണ്ണയും മസാല എല്ലാം നല്ല ഇതായിട്ട് മിക്സ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. നല്ല ടേസ്റ്റ് ആണ്. ഒരിക്കലും ഒരു പൂപ്പലോ ഒന്നും വരില്ല. ഞാൻ ഗ്യാരണ്ടി പറയാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല സിമ്പിൾ അച്ചാറാണ്. പക്ഷെ നമുക്ക് ഒരുപാട് ദിവസങ്ങൾ, അതായത് 1 വർഷം വരെയൊക്കെ നമുക്ക് സുഖമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ദിവസം മുന്നേ ഇവിടെ ഉണ്ടാക്കിയത് നാരങ്ങാക്കറി കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഞാനത് എടുത്ത് കാണിച്ചു തരാം. ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ടാണ്. നമ്മൾ ഉണക്കിയതിന്റെ ശേഷമുള്ള ഔട്ട്പുട്ടാണ് കേട്ടോ. ഉണക്കി കുറച്ച് ദിവസം ഭരണിയിൽ ഇട്ട് വെച്ചതാണ്. പൂപ്പലൊന്നും ഒന്നുമില്ല, ഒരു പ്രശ്നവും വരില്ല. കണ്ടോ? അപ്പൊ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട്, നല്ല ഒരു എണ്ണയും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ 1 ദിവസം ഉണക്കിയതാണ് കേട്ടോ. ഇന്ന് രാവിലെ പ്ലേറ്റിലാക്കിയിട്ട് നല്ല വെയിലിൽ കൊണ്ടേ വെച്ചതാണ്. ഇതിന് വീണ്ടും വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട് വെച്ചിരുന്നില്ലേ, ആ പാത്രത്തിലേക്ക് ഇടാൻ പോവുകയാണ്. ഇങ്ങനെ ഒരു 4-5 ദിവസം നല്ല വെയിൽ കൊള്ളണം. ഇതിലുള്ള മസാലയൊക്കെ ഇല്ലേ, ആ മസാലയൊക്കെ അതില് വീണ്ടും ഒന്നും കൂടെ പെരണ്ട് വരുമ്പോ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണക്കുമ്പോ. രണ്ടോ ഇത്രയും മസാല ഈ പ്ലേറ്റിലുണ്ട്. നല്ലൊരു മണം ഉണ്ട് കേട്ടോ. ഇപ്പൊ തന്നെ ഇത് നന്നായിട്ട് പിടിച്ചു വരുമ്പോ നല്ല സ്വാദും ഉണ്ടാവും, നല്ലൊരു മണവും ഉണ്ടാവും. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം.
ഇനി നാളെ വീണ്ടും ഇതേ പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി. അപ്പൊ എല്ലാരും ചെറുനാരങ്ങ വാങ്ങുമ്പോ ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വിഭവമായിട്ട് വീണ്ടും വരാം.